മുതലാളി എന്താ അന്വേഷിക്കുക? സാറിന് രാവിലെ എന്താ ഒരു ലൂബ്രിക്കേഷൻ? മുതലാളി, ആ ചാവക്കാട്ടുകാരൻ മറിയത് കൂട്ടി ആഫീസ് കൊണ്ടിരുത്തിട്ടുണ്ട്. ബോട്ട് എന്താണ് താമസിച്ചേ? ഓ, കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. വരുന്ന വഴിക്ക് ബോട്ടിന്റെ ആ ലൂബ്രിക്കേഷൻ. അമ്മേ, മറ്റൊന്നും നോക്കണ്ട. ഒന്നുമില്ലേലും ഇവിടെ ഒന്ന് നമുക്ക് നെല്ലൂത്തി തരുന്ന ഒരു സ്ത്രീയുടെ മകനല്ലേ. അതുകൊണ്ട് അവന് നെല്ലൂത്രമെന്ന് പറഞ്ഞില്ലല്ലോ. മില്ലിച്ചെന്ന് തടിക്കണക്ക് പഠിക്കാനല്ലേ പറഞ്ഞത്. സത്യത്തിൽ വിജയരാഘവനെ ഒന്ന് സഹായിക്കാനുള്ള കഴിവ് നമുക്കില്ലേ അമ്മേ? നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? കഴിവുണ്ടെങ്കിലേ അത് കണ്ട അലവലാദികൾക്ക് വേണ്ടി കളഞ്ഞു കുളിക്കാനുള്ള വകയല്ല. പണം ഉണ്ടാക്കിയവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാവൂ. എന്താ ഇവള് പറയുന്നത്? അവൾക്കിപ്പൊ നാണിയമ്മയുടെ മോനെ പഠിപ്പിക്കണം. ഇവക്കോ? ഓ, എന്തിനാ? നമുക്ക് നെല്ലൂത്തി തരുന്ന സ്ത്രീയുടെ മകനല്ലേ എന്നാണ് അവളുടെ ചോദ്യം. നെല്ല് കുത്തി തരുന്നേനെ കൂലി കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരെ നിർത്തുന്നിടത്ത് നിർത്തിയില്ലെങ്കിലേ തലേ കയറിയിരുന്ന് ഇറങ്ങും. വണ്ടി വലിക്കുന്നവന്റെ മകൻ വണ്ടി വലിക്കണം, ചെങ്ങാട ഊന്നുകാരന്റെ മകൻ ചെങ്ങാട ഊന്നണം. കലക്ടറും ബഹിഷ്കാരം ഊന്നാൻ നോക്കണ്ട. നീ എന്റെ കാര്യം നോക്ക്. മീനാക്ഷിയെ, നമ്മുടെ ചാവക്കാട്ടുകാരൻ വറയതൂട്ടി വന്നിട്ടുണ്ട്. ഞാൻ ബ്രീഫ് കേസിങ് എടുത്തേ. ഇതിന്റെ കളറും വാട്ടർമാർക്കും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ബാങ്കുകാർക്ക് പോലും സംശയം തോന്നില്ല. കഴിഞ്ഞ തവണത്തത് കളർ അല്പം ഡിമ്മാണെന്ന് താൻ പറഞ്ഞുകൊണ്ട് മിച്ചം ഉണ്ടായിരുന്നൊക്കെ തിരിച്ചു കൊടുത്തയച്ചു. ഇത് ഇന്നലെ വന്നതാ. ഏർപ്പാടുകള് വളരെ സൂക്ഷിച്ച് ചെയ്യണം. ചില കഴിവുടവന്മാര് ഇത് മാറിക്കഴിഞ്ഞാ കാല് മാറും. ഞാനിത് തുടങ്ങിയിട്ട് കുറെ കാലം ആയില്ലേ, അതിനുള്ള മറുമരുന്നൊക്കെ എന്തേലുണ്ട്. വരട്ടെ. ശരി. എടീ, ഇത് നിന്റെ വീട്ടിലേക്കല്ലേ? പിന്നെ മുതലാളിയുടെ വീട്ടിൽ ഇറക്കപ്പൊടി എന്തിനാ? നിറച്ചോ കുത്തി നിറച്ചോ? എന്തിനാ സരോജിനി ഇറക്കപ്പൊടി? പുട്ടുണ്ടാക്കി തിന്നാൻ. ഇതുണ്ടോ? പിന്നെ തേങ്ങയും പഞ്ചസാരിട്ട് തിന്നാൻ നല്ല രസമല്ലേ? എടാ, ഇത് തീയരിക്കാനുള്ളതാണ്. അങ്ങനെ പറ. ഇത് നീ ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ട് പോവോ? എന്നാ താൻ ചുമന്നുകൊണ്ട് കൊടുക്ക്. വേണ്ടി വന്നാ ഞാൻ അതും ചെയ്യും. പിന്നെ മുതലാളിയുടെ വീട്ടിലെ ജോലിക്കാരി ആയതുകൊണ്ട് ഒന്ന് ചുമന്നു കൊടുക്കുന്നതിനും തെറ്റില്ല, സരോജിനി ആയതുകൊണ്ട് ഒന്ന് നിറച്ചു കൊടുക്കുന്നതിനും തെറ്റില്ല. അറക്കപ്പൊടി ഇവിടെ എന്താ നടക്കുന്നത്? ഒന്നുമില്ല മുതലാളി, ഒരു പരസഹായം. നിനക്ക് പരസഹായം വേണോ അല്ലേ? താൻ എന്തോ ചെയ്യായിരുന്നു? ഞാനിവിടെ സൂപ്പർവൈസ് ചെയ്യായിരുന്നു. ഇവിടെ തന്നെ ഞാൻ എവിടുന്നാ വിളിച്ചോണ്ട് വന്നത്? മലയാറ്റൂര് തടിടപ്പോന്ന്. എങ്ങനെ? മുതലാളി എന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇട്ടൂപ്പേ, നീ എന്റെ പിന്നാലെ വരുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ പിന്നാലെ പോന്നു. എന്തിന്? ഈ തടിടപ്പോ സൂപ്പർവൈസ് ചെയ്യാൻ. എടോ, ഇത് ഇവിടുത്തെ വേസ്റ്റാ. അത് അവള് വാരിക്കോളും. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ എനിക്കവിടെ ചെയ്യാനുണ്ട്. മനസ്സിലായോ? അപ്പോ വാരി നേരത്തോട്ട് പോടി. താങ്കിക്കോ. പിടി. എന്റെ തല വേണ്ട. വസ്തു കടപ്പെടുത്തിയിട്ടാണെങ്കിലും സാറിന്റെ ഉത്സാഹം കൊണ്ടാ ഇത്രയും പെട്ടെന്ന് ഈ പണം കിട്ടിയത്. വിജയരാഘവന്റെ കാര്യത്തിനല്ലേ? പണിക്കൊരു കൈയൊഴിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും അവനെ പഠിപ്പിച്ച് മിടുക്കനാക്കണമെന്ന് എനിക്കൊരു വാശി. ഞാനില്ലായ്മക്കാരനാണോ കുട്ടനായരെ? അവൻ പഠിച്ച് ഉദ്യോഗം വാങ്ങുമ്പോ പലിശ സഹിതം അവൻ തിരിച്ചു തരും. വേഗം കാശ് കൊണ്ട് കൊടുക്കാം. അവൻ അടുത്ത ആഴ്ച തന്നെ കോളേജ് ചേരട്ടെ. ശരി സാർ, ഞാൻ ഇറങ്ങട്ടെ. ഓ മോളെ, അച്ഛൻ ഈ പണം ഒന്നും കൊണ്ട് കൊടുത്തിട്ട് വരാം. അച്ഛാ, അച്ഛാ, ഇതെന്താ മോളെ? ഇതെന്തിനാ? വിജയേട്ടന്റെ ആവശ്യത്തിന് ഇതുകൂടി എടുത്തു വച്ചാ. അത് കുറച്ച് രൂപ കൂടി കിട്ടിയാൽ അത്രയായില്ലേ അച്ഛാ? പണയം വെച്ചാ മതി. വിജയേട്ടന് ശമ്പളം കിട്ടുമ്പോ നമുക്കിത് തിരിച്ചെടുക്കാം. നീ എന്തായി ചെയ്യുന്നത്? വെള്ളം കുരി കളയുന്നു. മനസ്സിലായില്ല.
ചേട്ടന് ചെയ്യുന്ന പണി എനിക്കും ചെയ്തൂടെ? കയറടാ വെള്ളത്തിന്ന്. അച്ഛൻ ചെയ്തിരുന്ന ജോലി ഇന്ന് ചേട്ടൻ ചെയ്യുന്നു, അതെനിക്കും ആയിക്കൂടെ? ഈ പണി ചെയ്യാൻ ഇത്രയും പഠിപ്പ് വേണം? ഞാൻ ഈ പാടക്കപ്പെട്ട് നിന്നെ പഠിപ്പിച്ചത് ചങ്ങാടപ്പണി ചെയ്യാനല്ല. കയറടാ കരയിൽ. എടാ കയറാൻ. ചേട്ടൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. കരക്ക് കയറുന്നുണ്ടോ? ചേട്ടനും അനിയനും കൂടെ എന്റെ വെള്ളക്കടിക്കാൻ പോവാന്നോ? കുട്ടനാരിയേട്ടാ, അവൻ ചങ്ങാടപ്പണി ചെയ്യാൻ വന്നിരിക്കുന്നു. ആരിവനോ? ഓ, അതിന് BSc വരെ പഠിക്കണോ? പഠിച്ചത് കൊണ്ട് ദോഷമൊന്നുമില്ല. ഏതായാലും ഇപ്പോഴത് വേണ്ട. പിന്നെ ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? പഠിച്ചത് കുറവായോ? ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. പോയി MSc കയറണം. ഇതാ എന്താ ഇത്? കുറച്ച് പണമാ. നമ്മുടെ കൈമൾ സാർ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇത് കിട്ടില്ലായിരുന്നു. കൈമൾ സാറിന്റെ രൂപയാണോ ഇത്? രൂപ സൊസൈറ്റിന്ന് കടമെടുത്തതാ, എന്റെ പറമ്പ് പണയം വെച്ച്. അത് വേണ്ടായിരുന്നു കുട്ടനാരിയേട്ടാ. അത് എനിക്ക് കൂടെ തോന്നണ്ടേ? ഇതാ ഞാനിതെങ്ങനെ വാങ്ങും അമ്മാവ? കൈകൊണ്ട് വാങ്ങിയാ മതി. പഠിത്തം നടക്കട്ടാ. ആ